എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2026 അവസാനിക്കുമ്പോഴേക്കും സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് ബാർക്ലേസ് പ്രവചിക്കുന്നത്. ഇറാൻ സംഘർഷത്തിനിടെ സ്വർണത്തിന് 26% ഇടിവ് സംഭവിച്ചത് ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ വർധനവ് കാരണമാണ്. ആദായങ്ങളും ഇക്വിറ്റികളും മഞ്ഞലോഹത്തിന്റെ സുരക്ഷിത നിക്ഷേപം ആകർഷണീയത മറികടന്നിരിക്കുകയാണ്. എന്നാൽ നിരന്തരമായിട്ടുള്ള പണപ്പെരുപ്പം, നയപരമായിട്ടുള്ള അനിശ്ചിതത്വം, സെൻട്രൽ ബാങ്ക് ഡിമാൻഡ് എന്നിവ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിനാൽ തന്നെ സ്വർണ്ണവില ഇപ്പോഴും 2026 ഏകദേശം $4,800 2027 $4,900 എത്തുമെന്നാണ് ബാർക്ലേസ് പറയുന്നത്. സ്വർണത്തിന്റെ 3 മാസത്തെ വിൽപ്പനയ്ക്ക് കാരണമായത് ശക്തമായിട്ടുള്ള US ഡോളർ ലഭ്യമായിട്ടുള്ള എല്ലാ അപകട സാധ്യത മൂലധനവും ആഗിരണം ചെയ്യുന്ന ഉയർന്ന ചൂടുള്ള ഇക്വിറ്റി വിപണികളാണ്. ലിവറേജ് ചെയ്ത സ്വർണ്ണ സ്ഥാപനങ്ങളുടെ അഴിച്ചുപണി എന്നിവയാണ് മറ്റ് കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ജനുവരിയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ജൂണിലെ താഴ്ചയിലേക്കുള്ള സ്വർണത്തിന്റെ ഇടിവ് യഥാർത്ഥ പലിശ നിരക്കുകളുടെ സാധാരണവൽക്കരണത്തെയും ഈ വർഷം ഫെഡ് നിരക്കുകൾ കുറയ്ക്കുന്നതിനുള്ള വിപണികളുടെ തീരുമാനത്തെയും സ്വർണത്തിന്റെ നിക്ഷേപ ആകർഷണത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഓഹരികളുടെ ഉയർന്ന ഹ്രസ്വകാല ആകർഷണത്തെയും പ്രതിഫലിച്ചതായിട്ട് വിശകലന വിദഗ്ധർ വ്യക്തമാക്കുകയാണ്. ഡോളർ സൂചികയിലെ ഉയർച്ചയും 10% SP500 റാലിയും സ്വർണ്ണ വിലയിടിവിന് 10% കാരണമായെന്നാണ് സൂചിപ്പിക്കുന്നത്. ലോക വിപണികളിലെ സ്ഥാനം മാറുന്നതിൽ നിന്നൊന്നും ബാർക്ലേസ് ടീം കണക്കാക്കിയിരിക്കുകയാണ്. എന്നാലും ഈ ഒരു ഘടകങ്ങൾ താൽക്കാലികമാണ്. സ്വർണത്തിന്റെ ഘടനാപരമായിട്ടുള്ള ഡ്രൈവറുകളുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പണപ്പെരുപ്പം, നയപരമായിട്ടുള്ള അനിശ്ചിതത്വം, തുടർച്ചയായിട്ടുള്ള കരുതൽ ശേഖരം എന്നിവ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇറാൻ സംഘർഷം അവസാനിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നതിനാൽ ഇപ്പോൾ ഒരു തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുകയാണ്. ഡോളറിന്റെ താഴേക്കുള്ള പ്രവണത വീണ്ടും ഉറപ്പാക്കപ്പെടുകയാണെന്നും സ്ഥിരമായിട്ടുള്ള സെൻട്രൽ ബാങ്ക് വാങ്ങലിലേക്കുള്ള തിരിച്ചുവരവ്, ഉയർന്ന ഊർജ വിലകളിൽ നിന്നുള്ള പണപ്പെരുപ്പത്തിൽ നിലനിൽക്കുന്ന സമ്മർദ്ദം എന്നിവ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ബാർക്ലേസ് ടീം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.